Hello, welcome to my class today. Our topic today is Norton's theorem. The Norton's theorem is an alternative to Thevenin's theorem. We can say the Norton's theorem is a duality of Thevenin's theorem. So, what is Thevenin's theorem? A Thevenin's theorem reduces a two-terminal active network of resistors and EMF sources into an equivalent voltage source and a series resistance. But Norton's theorem replaces a network into a current source and a parallel resistance. So the only difference is the Thevenin theorem convert their circuit into voltage source and a series resistance, but the Norton theorem replaces the network into a constant current source and a parallel resistance. നോർട്ടൺസ് തിയറം തെവെനിൻസ് തിയറത്തിൻ്റെ ഒരു വേറൊരു പതിപ്പാണ്. തെവെനിൻസ് തിയറം ഒരു സർക്യൂട്ടിനെ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സും സീരീസ് റെസിസ്റ്റൻസുമായി മാറ്റുന്നുവെങ്കിൽ നോർട്ടൺസ് തിയറം എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനെ ഒരു സർക്യൂട്ടിനെ ഒരു കറണ്ട് സോഴ്സും പാരലൽ റെസിസ്റ്റൻസുമായി കൺവേർട്ട് ചെയ്യുന്നു. So this theorem may be stated as follows. Any two-terminal active network containing voltage sources and resistances when viewed from its output terminals is equivalent to a constant current source and a parallel resistance. This constant current is equal to the current which would flow in a short circuit placed across the terminals, and a parallel resistance is the resistance of the network when viewed from these open circuit terminals. After all, voltage and current sources have been removed and replaced by their internal resistances. ചുരുക്കി പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനെ നമ്മൾക്ക് അതിൽ വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ വെൻ വ്യൂഡ് ഫ്രം ഇറ്റ്സ് ഔട്ട്പുട്ട് ടെർമിനൽസ്, അതിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽസിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്താൽ അതിനെ നമ്മൾ ഈസ് ഈക്വലൻ ടു എ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ്. അത് എന്ന് പറയുന്നത് ഒരു കറണ്ട് സോഴ്സ് ഒരു പാരലൽ റെസിസ്റ്റൻസ് അതിന് തുല്യമാണ്. ഈ കറണ്ട് സോഴ്സിൻ്റെ കോൺസ്റ്റൻറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ കറണ്ട്. എത്ര കറണ്ട് ആയിരിക്കും എന്ന് ചോദിച്ചാൽ the current which would flow in a short circuit placed across terminals. നമ്മളുടെ സർക്യൂട്ടിലെ ടെർമിനൽസിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കണക്ട് ചെയ്താൽ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുമോ അത്രയും കറണ്ട് ആയിരിക്കും ഈ കറണ്ട് സോഴ്സിൻ്റെ കറണ്ട്. ഈ കറണ്ട് സോഴ്സിന് ഒരു പാരലൽ റെസിസ്റ്റൻസ് ഉണ്ട്. ആ പാരലൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് എ റെസിസ്റ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക് വെൻ വ്യൂഡ് ഫ്രം ദീസ് ഓപ്പൺ സർക്യൂട്ട് ടെർമിനൽസ് ആഫ്റ്റർ ഓൾ വോൾട്ടേജ് ആൻഡ് കറണ്ട് സോഴ്സസ് ഹാവ് ബീൻ റിമൂവ്ഡ്. നമ്മളുടെ സർക്യൂട്ടിലുള്ള വോൾട്ടേജ് കറണ്ട് സോഴ്സുകളെ അതിലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുകയും അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്താൽ എത്ര റെസിസ്റ്റൻസ് ആണോ കിട്ടുന്നത് ആ റെസിസ്റ്റൻസ് ആയിരിക്കും ഈ കറണ്ട് സോഴ്സിൻ്റെ പാരലായിട്ട് കിട്ടുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിലെ ടെർമിനൽസിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ എത്ര കറണ്ട് കിട്ടുമോ അതായിരിക്കും നോർട്ടൺ തിയറത്തിലെ കറണ്ട് സോഴ്സ്. നമ്മുടെ സർക്യൂട്ടിലെ ടെർമിനൽസിൻ്റെ അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആഫ്റ്റർ റീപ്ലേസിങ് ദ വോൾട്ടേജ് സോഴ്സുകളെയും കറണ്ട് സോഴ്സുകളെയും അതിൻ്റെ ഇന്നർ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ കിട്ടുന്ന ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരിക്കും ഈ നോർട്ടൺ തിയറത്തിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു ഫിഗർ നോക്കാം. ഇവിടെ നെറ്റ്വർക്കിൽ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു നെറ്റ്വർക്കാണ്. അതുപോലെ സോഴ്സുകളുണ്ട്. ആ നെറ്റ്വർക്കിൽ നമ്മൾ ടെർമിനൽസിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കറണ്ടാണ് ISC. അതേപോലെ വേറൊരു നെറ്റ്വർക്കിൽ നമുക്ക് സോഴ്സുകളൊന്നുമില്ല, അതിനെ നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് RI. ആ രണ്ട് വാല്യൂ ഉപയോഗിച്ച് നമ്മൾ
ഒരു നോർട്ടൺസ് തിയറം കണ്ടുപിടിക്കുന്നു. ആ നോർട്ടൺ സർക്യൂട്ട് കണ്ടുപിടിക്കുന്നു. നോർട്ടൺസ് ഇക്വലൻറ്റ് സർക്യൂട്ട്. ഏത് സർക്യൂട്ടാണോ നമ്മുടെ കയ്യിലുള്ളത് ആ സർക്യൂട്ട് നെറ്റ്വർക്കിന് പകരമുള്ള നോർട്ടൺ സർക്യൂട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ നോർട്ടൺ സർക്യൂട്ടിൽ ഉള്ളത് ഒരു കറണ്ട് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്റൻസുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ആദ്യത്തെ ഫിഗർ സർക്യൂട്ടിൽ കാണുന്ന നെറ്റ്വർക്കിലെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ് നോർട്ടൺ സർക്യൂട്ട് നമ്മൾ മൂന്നാമതായി കാണുന്ന ഫിഗറിൽ കണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ദ വോൾട്ടേജ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് ഇൻ എ നെറ്റ്വർക്ക് ഈസ് ഈക്വൽ ടു the current into resistance, that is the short circuit current into that resistance. So ISC is a short circuit current between 2 points and RA is the resistance of the network as viewed from these 2 points, with all the voltage sources being replaced by the internal resistance and the current sources replaced by open currents, open circuits. അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് പോയിന്റിൻ്റെ ഇടയിലുള്ള കറണ്ട് ആ രണ്ട് പോയിന്റിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ കിട്ടുന്ന കറണ്ട് ISC ആയിരിക്കും. ആ കറണ്ടിനെ RI, ദറ്റ് ഈസ് റെസിസ്റ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ആസ് വ്യൂഡ് ഫ്രം ദീസ്. ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയിലുള്ള നെറ്റ്വർക്കിൻ്റെ റെസിസ്റ്റൻസ് RI ആണെങ്കിൽ ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയിലുള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ RI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും ആ രണ്ട് റെസിസ്റ്റൻസ് പോയിന്റ് തമ്മിലുള്ള വോൾട്ടേജ് കിട്ടും. ഇപ്പോൾ R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. നാലാമത്തെ സർക്യൂട്ടിൽ കാണുന്നു R3 എന്ന് പറയുന്ന ഒരു പാരലൽ റെസിസ്റ്റൻസ് കാണുന്നു. ഇപ്പോൾ ഈ R3യുടെ വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ കറണ്ട് കണ്ടുപിടിക്കണം. R3ക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് R3ക്ക് പകരം ഒരു ഷോർട്ട് സർക്യൂട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എത്ര കറണ്ട് കിട്ടുമോ ആ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ് കറണ്ട് ഈസ് നത്തിങ് ബട്ട് E1 by R1 പ്ലസ് E2 by R2. അപ്പോൾ R3 നമ്മൾ റിമൂവ് ചെയ്താൽ അവിടെ ബാക്കിയുള്ളത് E1 എന്ന് പറയുന്ന ഒരു EMFും E2 എന്ന് പറയുന്ന വേറൊരു EMF ഉണ്ട്. അവർ പോകുന്ന റെസിസ്റ്റൻസ് E1 by R1 പ്ലസ് E2 by R2 ആണ് കറണ്ട്. അപ്പോൾ ഈ രണ്ട് ടേംസും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കിട്ടും R3 അഗൈൻസ്റ്റ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതായിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ എയും ബിയും അക്രോസ് R3 റിമൂവ് ചെയ്താൽ എത്ര കിട്ടുന്ന നെറ്റ് റെസിസ്റ്റൻസ് ആണ്. അവിടെ നമുക്ക് 3 റെസിസ്റ്റൻസുകൾ R3 ഉൾപ്പെടെ ഉള്ള നെറ്റ് റെസിസ്റ്റൻസ് ആണ്. അവിടെ ഈ 3 റെസിസ്റ്റൻസ് പാരലാണ്. അങ്ങനെയാണെങ്കിൽ 3 റെസിസ്റ്റൻസിന് പാരലാണെങ്കിൽ 1 by R1 പ്ലസ് 1 by R2 പ്ലസ് 1 by R3 ദറ്റ് ഇസ് 1 by RI. അങ്ങനെ RIയുടെ വാല്യൂ നമുക്ക് കിട്ടും. ആ RIയുടെ വാല്യൂ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാലും ISCയുടെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വോൾട്ടേജ് കിട്ടും. വോൾട്ടേജ് ഇസ് ISC ഇൻറ്റു R3. സോ ദിസ് ഇസ് ഹൗ വി അപ്ലൈ ദ നോർട്ടൺസ് തിയറം. എങ്ങനെയാണ് ഒരു സർക്യൂട്ടിനെ നോർട്ടണൈസ് ചെയ്യുന്നത് ഒന്നുകൂടെ പറയാം. നമ്മൾ രണ്ട് ടെർമിനൽ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ രണ്ട് ടെർമിനലിൽ അക്രോസ് ആയിട്ട് ഒരു സർക്യൂട്ടിനെ നോർട്ടണൈസ് ചെയ്യണമെങ്കിൽ ആദ്യമായി ആ രണ്ട് ടെർമിനലിൽ അക്രോസ് ആയിട്ട് എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ഷോർട്ട് സർക്യൂട്ട് കണക്ട് ചെയ്യുക. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഹൈ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് ഉള്ള ഒരു വയറിനെയാണ് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ അതിലേക്കൂടെ കറണ്ട് പാസ് ചെയ്യും. സോ കമ്പ്യൂട്ട് ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഈ ഷോർട്ട് സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ടിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം റിമൂവ് ഓൾ ദ വോൾട്ടേജ് സോഴ്സസ്, റീറ്റെയിൻ ദെയർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. വോൾട്ടേജ് സോഴ്സുകളെല്ലാം റിമൂവ് ചെയ്യുക, ഒഴിവാക്കിയിട്ട് അതിന് പകരം അവിടെ അവരുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. സിമിലർലി റിമൂവ് ഓൾ കറണ്ട് സോഴ്സസ് ആൻഡ് റീപ്ലേസ് ദം ബൈ ഓപ്പൺ സർക്യൂട്ട്സ്. എവിടെയെങ്കിലും കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റിയിട്ട് അവിടെ ഓപ്പൺ സർക്യൂട്ട്, അതായത് ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക, ഓപ്പൺ ആക്കി വയ്ക്കുക. നെക്സ്റ്റ് ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ആസ് ലുക്ക്ഡ് ഫ്രം ദ ഗിവൺ ടെർമിനൽസ്. ഈ ടെർമിനൽസിൽ നിന്നും ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. The current source joined in parallel across RI between two terminals give the Norton's equivalent circuit. ഇപ്പോൾ നമ്മൾക്ക് ഈ പോയിന്റിനിടയിൽ കാണുന്ന ഓപ്പൺ സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നതാണ്. ആ ഓപ്പൺ സർക്യൂട്ട് കറണ്ടിനെ ഈ RI എന്ന് പറയുന്ന ടോട്ടൽ റെസിസ്റ്റൻസിന് പാരലായി കണക്ട് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്നതാണ് നോർട്ടൺസ് ഇക്വലന്റ് സർക്യൂട്ട്. ഒരു പ്രോബ്ലം ചെയ്യാം.
ഇവിടെ നമ്മൾ ഫിഗറിൽ കാണപ്പെടുന്ന ഒരു സർക്യൂട്ടിനെ നോർട്ടൺസ് ഈക്വലന്റ് സർക്യൂട്ട് കണ്ടുപിടിക്കുക. നമ്മളുടെ സർക്യൂട്ടിൽ ഇവിടെ കാണുന്നത് ഒരു EMF ബാറ്ററി ഉണ്ട്, 2 റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു സീരീസ് റെസിസ്റ്റൻസ്, ഒരു പാരലൽ റെസിസ്റ്റൻസ്. തെവെനിൻസ് തിയറം പറയുന്നത് ഒരു സർക്യൂട്ടിനെ ഒരു വോൾട്ടേജ് സോഴ്സും സീരീസ് റെസിസ്റ്റൻസായി കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായി തെവെനിൻസ് സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. തെവെനിൻസ് സർക്യൂട്ടിന് വേണ്ടി ചെയ്യേണ്ടത് വോൾട്ടേജ് സോഴ്സിനെ റിമൂവ് ചെയ്യുക, അതിൻ്റെ റെസിസ്റ്റൻസ് കൊണ്ട് കണക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് E ആണ്, അതിനെ റിമൂവ് ചെയ്താൽ കിട്ടുന്നത് R1 R2 പാരലലാണ്. R1 R2 പാരലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് അറിയാൻ പറ്റും. അതിനെ ഈ വോൾട്ടേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വോൾട്ടേജ് അക്രോസ് R2. വോൾട്ടേജ് അക്രോസ് R2 എന്ന് പറയുന്നത് ER2/R1+R2. ആ വോൾട്ടേജ് സോഴ്സും ഈ പാരലൽ റെസിസ്റ്റൻസും സീരീസിൽ കണക്ട് ചെയ്താൽ നമുക്ക് തെവെനിൻസ് ഈക്വലന്റ് സർക്യൂട്ട് കിട്ടും. അതേസമയത്ത് നോർട്ടൺസ് ഈക്വലന്റ് സർക്യൂട്ട് കിട്ടണമെങ്കിൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കാനായി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ E/R1 ദാറ്റ് ഈസ് എയും ബിയും അക്രോസ് ആയിട്ട് നമ്മൾ ഒരു ഷോർട്ട് സർക്യൂട്ട് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? കറണ്ട് മുഴുവൻ ഷോർട്ട് സർക്യൂട്ടിലൂടെ മാത്രമേ പോവുള്ളൂ, R2 പോവില്ല. കാരണം 2 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിലെ ലോ റെസിസ്റ്റൻസിലൂടെ മാത്രമേ കറണ്ട് പോവുള്ളൂ. അതായത് ഒരു ബ്രാഞ്ചിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, മറ്റേ ബ്രാഞ്ചിൽ ലോ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ലോ റെസിസ്റ്റൻസിൽ കറണ്ട് ഒന്നും പോവില്ല, മറിച്ച് കറണ്ട് ഫുള്ളും പോകുന്നത് ഈ ഷോർട്ട് സർക്യൂട്ടിലായിരിക്കും. അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ടിലെ കറണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ടോട്ടൽ വോൾട്ടേജ് E/R1, ബിക്കോസ് R1 ഇസ് ഓൺലി റെസിസ്റ്റൻസ്, R2 ഇവിടെ വരുന്നില്ല. കാരണം R2ന് പാരലായിട്ട് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ആ ഷോർട്ട് സർക്യൂട്ട് പാരലായിട്ട് കണക്ട് ചെയ്താൽ പിന്നെ മറ്റേ റെസിസ്റ്റൻസിന് സ്ഥാനമില്ല. അപ്പോൾ E/R1. ഇനി റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആ വോൾട്ടേജ് സോഴ്സിനെ റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കി റെസിസ്റ്റൻസ് നോക്കുമ്പോൾ 2 റെസിസ്റ്റൻസ് പാരലായിട്ട് കാണുന്നു. ഈ 2 റെസിസ്റ്റൻസിൻ്റെ പാരലൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് R1 പാരലൽ R2, ദാറ്റ് ഈസ് R1 R2/R1+R2. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നോർട്ടൺസ് റെസിസ്റ്റൻസ് കിട്ടി. അപ്പോൾ നോർട്ടൺസ് കറണ്ട് E/R1 ആണ്, അതിന് പാരലായി നോർട്ടൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക, ദാറ്റ് ഈസ് R1 പാരലൽ R2. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നോർട്ടൺ സർക്യൂട്ട് കിട്ടി. സോ ദാറ്റ് ഈസ് ദ completion of this problem. So we come ഒരു പ്രോബ്ലം കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഒരു സർക്യൂട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിൻ്റെ നോർട്ടൺ സർക്യൂട്ട് കണ്ടുപിടിക്കുക. 100 വോൾട്ട് ഉണ്ട്, 10 ohms ഉണ്ട്, 15 ohms ഉണ്ട്, 10 ohms. ഇത് നിങ്ങൾക്കൊന്ന് ഈ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ദാറ്റ് ക്യാൻ ബി ഡൺ ആസ് എ ഹോംവർക്ക്. So that comes to the end of our class. Thank you.